ഹായ് ബിലോട്സ്. നാളെ ഫെബ്രുവരി 12 നമ്മുടെ ദീപ്തിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ദീപ്തിക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അതൊരു സർപ്രൈസ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ കാഴ്ചകൾ ദീപ്തി സർപ്രൈസ്ഡ് ആകുമോ, നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ദീപ്തി ഉയരുമോ അല്ലേ, അതൊക്കെ നമുക്കൊന്ന് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ. ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്. ഗിഫ്റ്റ് എന്താണെന്ന് കാണിച്ചു നോക്കിയേ. ദീപ്തിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഈ കാസിയോന്റെ F91W എന്ന് പറയുന്ന വാച്ച്. കുറെ നാളായിട്ട് ദീപ്തി ഇങ്ങനെ അതിനെക്കുറിച്ച് പറയാറുണ്ട്. അപ്പൊ നമ്മളത് അപ്പൊ അതാണ് ഈ വാച്ച് നമ്മൾ ദീപ്തി ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. നമുക്ക് ആ കാഴ്ചകളും സർപ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്കും സർപ്രൈസിലേക്കും സ്വാഗതം. ഈ എക്സ്പ്രഷൻ ഒക്കെ കറക്റ്റ് കിട്ടണം. അതിന് ഞാൻ തുറന്ന് കാണിക്കാം. സത്യം രീതിക്ക് വേണ്ടിട്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ. ഞാനിങ്ങനെ വിശദമായിട്ടൊക്കെ ചോദിച്ച് അന്വേഷിച്ചതാ. അമ്മക്ക് ഇഷ്ടപ്പെട്ട സാധനം എനിക്ക് വയ്യോ ഇതിലാണ്. എന്നോട് പറയണമെന്ന് പറഞ്ഞു. മനുഷ്യന്റെ ഒരു വാച്ചെങ്കിലും എനിക്ക് മേടിച്ചായിരുന്നു. ശ്രീജി കൊടുത്ത ഗിഫ്റ്റ് എന്തായിരുന്നു? മറ്റേ ഇത് ഇയർപോഡ് എന്താ പറഞ്ഞ ബോട്ട്. അതെ അതെ. അപ്പൊ ഞങ്ങൾക്കറിയാം ദീപ്തിക്ക് ഈ വാച്ചിനോടുള്ള പ്രേമം, വാച്ചിനോടുള്ള ഇഷ്ടവും അത് ഞങ്ങൾ നേരത്തെ വിശദമായിട്ട് മനസ്സിലാക്കി. വെഡിങ് ആനിവേഴ്സറിക്ക് മൊളാച്ചിക്ക് ഇഷ്ടമുള്ളത് വാച്ച് ഏത് വാച്ചാ ദീപ്തി എന്ന് ചോദിച്ചപ്പോ ദീപ്തി പറഞ്ഞു ബ്ലാക്ക് ആണ് നല്ലതെന്ന് പറഞ്ഞു. എനിക്ക് മേടിക്കാനാന്ന് പറഞ്ഞു. ദീപ്തി മൊളാച്ചിക്ക് മേടിക്കാനെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ബ്ലാക്ക് മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എന്റെ കയ്യിലുണ്ട് പച്ച, ഇതിന്റെ ബ്ലാക്ക്. ഞാൻ ചോദിച്ചു ദീദി ഏതാ ദീദി നല്ലതെന്നൊക്കെ ചോദിച്ചു. പറയാണ്ട് മേടിച്ചതല്ലേ നല്ലത്. പക്ഷെ എനിക്കൊരു വാച്ച് മേടിച്ചതെങ്കിലും ഞാൻ സത്യം മനസ്സിലാക്കുക. നന്നായില്ലടാ വാങ്ങാഞ്ഞത്. പിന്നെ ഞാനെന്താ വാങ്ങിയേനെ? പിന്നെ നാളെ കേക്കും കിട്ടത്തില്ല. അല്ല എനിക്ക് വാച്ചല്ലേ ലൈവ് വന്നു കഴിഞ്ഞിട്ടല്ലേ എയർപോർട്ട് പറഞ്ഞ സാധനം തന്നെ. ഞാൻ കൊറേ പച്ച വാങ്ങിപ്പിക്കാൻ വേണ്ടിട്ട് എനിക്ക് പച്ച ഇഷ്ടം. പച്ച നല്ലതല്ലേ രീതി എന്നൊക്കെ ചോദിച്ചിട്ടേ അല്ല എനിക്ക് ബ്ലാക്ക് ഇഷ്ടമെന്ന്. അപ്പൊ വാച്ച് കേട്ടിട്ട് എടുത്തോ സീരായിട്ട്. മനസ്സറിഞ്ഞ ഏതാ ഞാനാ അപ്പൊ അല്ല സീരാട്ടാ നമ്മളല്ലേ മനസ്സറിഞ്ഞ. ഞങ്ങളുടെ ഇതിനു വേണ്ടിയാണ് ഞാൻ രഞ്ജുവിന് വിട്ടുകൊടുത്തു. എന്നാ വേണ്ടത് ചോദിച്ചു. എടാ അമ്മയ്ക്ക് അപ്പൊ അവൻ പറഞ്ഞു ഇങ്ങനെ ഈ മറ്റേ ഞാൻ സംഗീത സംവിധായകനാണോ ചോദിച്ചു. പാട്ട് വെക്കും അടുക്കളയില് നമുക്ക് കേൾക്കണ ചില സമയത്ത് ഇഷ്ടപ്പെടില്ല. ഇത് വെച്ചുകൊടുത്ത് അമ്മയ്ക്ക് സ്വസ്ഥമായിട്ട് അമ്മയ്ക്ക് സന്തോഷം അവർക്ക് സന്തോഷം. പോയി കഴിഞ്ഞാൽ ഇനി അനിയനെ വിളിക്കണം. ന്യൂസ് പോയി കഴിഞ്ഞാൽ ഇനി എന്നാ അത് ഞാൻ എടുക്കാം. ചേട്ടന് താങ്ക്സ് എടുക്കാം. കിട്ടണടാ. Okay, Dipti. എന്താ പറയുക, many many happy returns of the day. Okay, viewers. അപ്പോൾ thank you. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആ എക്സ്പ്രഷൻ കിട്ടി. അപ്പൊ ഞാൻ വെറുതെ കാശിനെ പറ്റി ചോദിച്ചതാ. എന്നാലും ഇങ്ങനെ ഒരു സർപ്രൈസ് ആയിരുന്നു. സ്വപ്നം വിചാരിച്ചില്ല. അടുത്ത പ്രാവശ്യം റോളക്സ് റാഡർ ചോദിക്കാം. അപ്പൊ അതാരം ആ സ്നേഹം
ചേട്ടാ ഞാനെന്തിനാ ബൈ പറയുന്നത്? ഞാൻ വരും. ചേട്ടാ ബൈ ബൈ.